മഴ തോരും മുൻപിൽ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പാലയം തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് അലീന. ഒത്തിരി നേരമായി മുകളിലേക്ക് അലീന പോയിട്ട്. അപ്പോൾ എന്താ അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നത് എന്നുള്ള ഒരു സംശയത്തിൽ വൈജി ഇങ്ങനെ താഴെ നിൽക്കുകയാണ്. അലീന വരുന്ന കണ്ടപ്പോഴേ വൈജിക്ക് ഭയങ്കര ദേഷ്യമാണ്. വൈജി ചോദിക്കുകയാണ്, നീ അവിടെ എന്തെടുക്കുമായിരുന്നു ഇത്രയും നേരം? പാടി ഉറക്കിയിട്ടൊക്കെയാണോ നീ വന്നത്? ഫുഡ് കൊടുത്തിട്ട് നിനക്ക് തിരിച്ചു പോകുന്നുണ്ട്, നീ പിന്നെ എന്തിനാ അവിടെ നിന്ന് വൈജി ചോദിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞു എന്ന് അലീന പറയാണ്. പിന്നെ നിനക്കത് പറയുമ്പോൾ നീ അവിടെ ഇരിക്കാനാരാ സാറിൻ്റെ? നിനക്ക് സാറിൻ്റെ സമയമില്ല, എനിക്ക് ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ടേ. അതെങ്ങനെ നീ ഇങ്ങനെ അഴിഞ്ഞടി അങ്ങ് നടക്കുകയല്ലേ എന്ന് വൈജ അലീനയോട് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ദേഷ്യം വരികയാണ്. അലീന പറയാണ്, ഞാൻ അങ്ങനൊന്നും ഉള്ളൊരു സ്വഭാവമുള്ള പെണ്ണൊന്നുമല്ല. എനിക്കറിയാം സാർ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്നും ഞാൻ സാറിനെ എങ്ങനെയാണ് കാണുന്നതെന്നും ഞങ്ങൾക്കറിയാം. പിന്നെ മാഡത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ വൈജിക്ക് അങ്ങ് ദേഷ്യം വരും. വൈജി പറയാണ്, എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അതെൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് നീ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നതെന്നും ഇത്രയും സമയം നിനക്ക് അവിടെ എന്തോ ജോലിയെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ എന്ന് വൈജി പറയാണ്. മാഡത്തിന് അറിയണമെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ സാറിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക, എന്നോട് കിടന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബബുതി അവിടെ നിൽപ്പുണ്ട്. നിനക്ക് എന്ത് പറഞ്ഞാലും നീ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന്. ഞങ്ങൾ തമ്മിൽ അടി നടക്കുമ്പോൾ നീ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വൈജ പറയുകയാണ്. അതെങ്ങനെ നിൻ്റെ അമ്മയെ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ അഴിഞ്ഞാടി നടന്നായിരിക്കും, അതിൻ്റെ ഫലമായിട്ടായിരിക്കും നീ ഉണ്ടായതെന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്കൊരു പുച്ഛമാണ്. അലീന പറയാണ്, മാഡവും അങ്ങനാണോ? മാഡം അന്തസ്സായിട്ടൊക്കെയാണ് ജീവിച്ചേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അന്തസ്സായിട്ട് തന്നെ ജീവിച്ചത്, കൊല്ലപ്പള്ളിയിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് എന്ന് പറയുകയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, ആ അച്ഛനും അമ്മയ്ക്കും ഒരു നാണക്കേടും ഉണ്ടാകാതെ അന്തസ്സായിട്ടാണോ മാഡം ഇത്രയും കാലം ജീവിച്ചതെന്ന് മാഡം തന്നെ ഒന്ന് ഓർത്തു നോക്കാൻ പറയാണ്. പെട്ടെന്ന് വൈജിക്ക് എന്ത് പറയണമെന്നറിയാതെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു മാനക്കേടുണ്ടായിട്ടില്ല. മാഡം എന്നോട് ഇതൊക്കെ പറയുന്നതിന് മുമ്പ് മാഡം സ്വയം എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. മാഡം ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് വൈജിയാണ് ഇരിക്കുന്നത്. ഈ പിന്നെ ഇത്ര നേരം അവിടെ എന്തെടുത്താണ് ബാലേന്ദ്രനോട്ട് എന്ത് സംസാരിക്കാനാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. സാറൊരു പേഷ്യൻ്റാണ്, അപ്പോൾ സാറിനാണെങ്കിൽ കുറച്ച് നേരം സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് എനിക്ക് പോരാൻ പറ്റത്തില്ല എന്ന് അലീന വൈജിയോട് പറയണം. നീ അങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബബ്ദിക്ക് ദേഷ്യം വരുന്നുണ്ട് അലീനയുടെ സംസാരം കേട്ടിട്ട്. അങ്ങനെ അവരങ്ങ് പോവാണ്, അലീന കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ബബിത ആണെങ്കിൽ പിന്നെയും അമലിനെ വിളിച്ച് ടൂറ് പോകുന്നതിൻ്റെ കാര്യം ഫിക്സാക്കിയാണ്. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ കൂടെ പോകാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നത്, അവനാണെങ്കിൽ ഇവളെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നടക്കുന്ന ഒരു വൈജി. അങ്ങനെ രാത്രിയായപ്പോഴത്തേക്ക് അലീന കിച്ചണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബബിത വന്നിട്ട് പറയുകയാണ്, നീ എന്തിനാ എപ്പോഴും അച്ഛൻ ബെല്ലടിക്കുമ്പോൾ ഓടി അങ്ങോട്ട് പോകുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അച്ഛനത് ഇഷ്ടപ്പെടത്തുമില്ല. അപ്പം അലീന പറയാണ്, നിങ്ങൾ ഈ ഒരു കാര്യം നീ ചെന്ന് അച്ഛനോട് പറ, എന്നെ പറഞ്ഞുവിടാൻ, ഞാൻ പോവാൻ റെഡിയാണ്. നിനക്കത് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ ചോദിച്ച പോലെ നീ എന്തോ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെന്ന് അച്ഛനോട് ഇത്രയും കാര്യം പറയാനുള്ളത്? എപ്പോൾ നോക്കിയാലും നീ അച്ഛൻ്റെ ബെഡ്റൂമിലാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അലീന പറയാണ്, നീ കണ്ട പയ്യന്മാരെയൊക്കെ വിളിച്ച് ആളില്ലാത്ത സമയത്ത് ബെഡ്റൂമിൽ കയറ്റുന്ന പോലെയല്ല ഞാൻ സാറിൻ്റെ റൂമിലേക്ക് പോകുന്നത്. സാറിനെ ശുശ്രൂഷിക്കാനും സാറിന് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ്. സാറ് എനിക്കൊരു അച്ഛനെ പോലാണെന്നും ഞാൻ സാറിൻ്റെ മകളാണെന്നും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല നിന്നെ പോലെ കണ്ടവന്മാരെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയെല്ലാം ചെയ്യുന്നതെന്ന് അലീന ദേഷ്യത്തോടെ പറയണം. ഇത് കേട്ട വൈജയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക. വൈജ അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വൈജ ഇങ്ങോട്ട് വന്നിട്ട് ബബിതയെടുത്ത് ചോദിക്കുകയാണ്, എന്തുവാടി ഇവള് പറഞ്ഞേ? അപ്പം ബബിത ചോദിക്കുക, എന്തുവാ? അല്ല നീ ഇവിടെ ആളില്ലാത്ത സമയത്ത് ഓരോരുത്തരെ വിളിച്ച് കയറ്റിയെന്നൊക്കെ ഇവള് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അറിഞ്ഞൂടെ, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അവളിങ്ങനെ പലതും പറയും. എന്നെ ഇഷ്ടമല്ല, രോഹിത്തിനെ ഇഷ്ടമല്ല. അപ്പം ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓരോന്നേ അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇത് സത്യമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. പിന്നെ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, രോഹിത്ത് കാണും, കൃഷ്ണമോളുണ്ട്, അങ്ങനെ പലരും കാണുമല്ലോ. പിന്നെ അവരാരും കണ്ടിട്ടില്ല. ഇവള് മാത്രം പറയുന്നത് എന്താ എന്ന്
ബബിത ചോദിക്കുകയാണ്. ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയാണ്. അമ്മ എൻ്റെ നേരെ തിരിക്കാൻ വേണ്ടി ഇവള് പറയുന്നതാണെന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നത് ചുമ്മാതാ മാഡം, ഞാൻ കള്ളത്തരമൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നീ മിണ്ടാടി എന്ന് പറഞ്ഞ അലീനയുടെ നേരെ ചൂടായി ചെല്ലിയാണ് വൈജ. നീയോ ഇങ്ങനെയാ, ഇനി ബാക്കിയുള്ളവരുടെ പേരിലും കൂടെ നീ ഇതൊക്കെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണോ നീ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ് ഞാൻ വെറുതെ കള്ളത്തരമൊന്നുമല്ല പറഞ്ഞത്. ഒരു ദിവസം മാഡം ഇവിടെ ഇല്ലാത്തപ്പം ബബിതയുടെ ഫ്രണ്ടെന്ന് പറഞ്ഞ ഒരു ചെറുക്കൻ അവർ വന്ന് ഇവിടെ ഫ്രണ്ടിൽ വന്ന് ഇരുന്ന് സംസാരിച്ചത് സമ്മതിച്ച്. ബബിതയാണെങ്കിൽ ഉടനെ അവനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നതുണ്ട്. ഒരു ഫ്രണ്ടാണെങ്കിൽ അത് ഹാളിൽ ഇരുന്ന് സംസാരിച്ചാൽ പോലെ എന്തിനാണ് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോകുന്നത്? അത് ഞാൻ കണ്ട കാര്യമാണ്, ഞാനത് ബബിതയെടുത്ത് ചോദിച്ചതാണ്. അപ്പോഴത്തേക്ക് വായിച്ച ആന്നാ ബബിതേ എന്ന് ചോദിക്കുകയാണ്. അമ്മ ഒരു ഫ്രണ്ട് വന്നെന്ന് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, അല്ലാതെ ഞാൻ ബെഡ്റൂമിലോട്ടൊന്നും പോകാനായിട്ട് ഒരുങ്ങിയതുമില്ല. അത് വെറുതെ പറയുകയാണെന്ന് ബബിത പറയാണ്. പിന്നെ അലീനയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അലീന എന്ത് പറഞ്ഞാലും സത്യമാണെന്ന് വൈജ വിശ്വസിക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് രോഹിത് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ രോഹിത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം രോഹിത് പറയാണ് അമ്മ ഇവള് പറയുന്ന മൊത്തം പകുതിയും കള്ളത്തരമാണ്, വെറുതെ ബബിതയെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോൾ അവരെല്ലാം അങ്ങ് ഒന്നായി അലീന കള്ളിയായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ വീണ്ടും ബെല്ലടിച്ച്. അങ്ങനെ അലീനയാണെങ്കിൽ മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. താഴെ എന്താ അലീന അവിടെ ഒരു സംസാരം? ഒന്നുമില്ല സാർ. പിന്നെ അവിടെ എന്തോ ഒരു പ്രശ്നം? ഏയ് ഒന്നുമില്ല. നിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞതാണോ വൈജ? ഒന്നുമില്ല. ഉച്ചയ്ക്കാണെങ്കിൽ സാറിന് ഫുഡ് കൊടുക്കാൻ വന്നിട്ട് ഇത്ര നേരം ഞാൻ അവിടെ എന്തെടുക്കുമായിരുന്നെന്നാണ് മാഡം ചോദിക്കുന്നത്. ഞാൻ സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണെന്ന് നിനക്ക് പറഞ്ഞൂടെ എന്ന് ബാലേന്ദ്രൻ ചോദിക്കണം. ഞാനങ്ങനെ പറഞ്ഞപ്പം ചോദിക്കണം നിനക്ക് എന്താണ് സാറിനോട് ഇത്രയും സംസാരിക്കാനുള്ളതെന്നാണ് മാഡം എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. എന്താ നമ്മൾ സംസാരിക്കുന്നതെല്ലാം അവൾക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ വിളിച്ച് ചോദിക്കാം. വേണ്ട സാർ ഇനി ഒന്നും ചോദിക്കണ്ട. ഇനി സാർ എന്തെങ്കിലും ചോദിച്ച് മാഡത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ദേഷ്യം എന്നോട് തീർക്കും എന്ന് പറയാണ്. മാഡം അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്കൊരു പരാതിയില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിന്നെ ശമ്പളം തന്ന് നിർത്തിയേക്കുന്ന ഞാനാണ്. അവർ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നീ ഇവിടെ അരമണിക്കൂർ ഇരിക്കും, 1 മണിക്കൂർ ഇരിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്. അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ്. എനിക്ക് നീ മകളെപ്പോലെയാണ്, നിനക്ക് ഞാൻ അച്ഛനെ പോലെയാണ്. അപ്പം നമ്മൾ അച്ഛനും മകളും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ അവരോട് പറയേണ്ട ആവശ്യം എന്താ എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അവൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത്? എന്ത് അവകാശമാണ് ഉള്ളത്? ഒരവകാശവും ഇല്ല. അവൾ കൂടുതൽ ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ കൂടുതൽ കഥ അങ്ങോട്ട് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റത്തില്ല. അതിനുള്ള മറുപടി തരാനുള്ള ശേഷിയും അവൾക്കില്ല. ഞാൻ പൊട്ടിത്തെറിക്കാനായിട്ട് ഇരിക്കുക. അത് അവൾ കാരണം ഉണ്ടാവില്ല. അവൾ വന്ന് എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിച്ചുകൊണ്ട് വന്നാൽ ഞാൻ പൊട്ടിത്തെറിക്കും. സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ടെൻഷൻ ആവാതിരിക്കും സാറേ എന്ന് പറയുകയാണ്. സാർ റെസ്റ്റ് എടുക്കൂ എന്ന് അലീന പറയാണ്. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞതാ എന്ന് പറയാണ്. എന്നെങ്കിൽ നീ പൊക്കോ. എന്തെങ്കിലും നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നെ അറിയിക്കണം. ബാക്കി കാര്യം ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് താഴേക്ക് പോകുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.